വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാടമുട്ട വെച്ചിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കാടക്കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു കുക്കർ ഹീറ്റ് ചെയ്യാം. കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ, 1.5-2 ടേബിൾ സ്പൂൺ. എണ്ണ നന്നായിട്ട് ചൂടായി. നമുക്കിതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, അതിനൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്, 1 ടീസ്പൂൺ കാണും മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അണിയൻസൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇടുന്നത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ബേൺഡ് ആവാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അതുകൊണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് 2 എണ്ണം അതുകൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് രണ്ടാം പാൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് പൊട്ടറ്റോ വേവാൻ വലിയ സമയം എടുക്കത്തില്ല, 1 വിസിൽ മതിയാവും. ഒറ്റ വിസിൽ വരെ കുക്ക് ചെയ്യുക. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രഷർ റിലീസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി അത് ഓപ്പൺ ചെയ്യാം. വീണ്ടും ഹീറ്റ് ചെയ്യാം. അപ്പം നോക്കിയാൽ ഗ്രേവിയൊക്കെ പറ്റി വളരെ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി പീസ് ഇടാം. ഗ്രീൻ പീസ് ഞാൻ എടുത്തേക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, ഒരു 1/4 കപ്പ്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പീസ് ഒന്ന് കുക്കാവാനും മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് രണ്ടാം പാലൂടെ ചേർക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മൾ 5 മിനിറ്റോളം കുക്ക് ചെയ്തു. തുറക്കാം. പീസും ഒക്കെ കുക്ക്ഡായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കാടമുട്ട ചേർക്കാം. ഇനി 10 കാടമുട്ട എടുത്തേക്കുന്നത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ആ ഫ്ലേവേഴ്സ് ഒന്ന് മുട്ടയിലേക്ക് പിടിക്കാനായിട്ട് 2 മിനിറ്റ് നടച്ചു വെക്കാം. നമ്മൾ 2 മിനിറ്റ് നടച്ച് കുക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അധികം ഗ്രേവി ഇല്ല. ഒരു 1/2 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്കിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ ഈ മുട്ടക്കറി ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി നമുക്കിതിനകത്തേക്ക് ടെമ്പർ ചെയ്യാനായിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് നമുക്കൊരു കടായി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചുമന്നുള്ളി ഷാലറ്റ്സ് ഒരു 3 എണ്ണം സ്ലൈസ് ചെയ്തത്,
ഇതിലേക്ക് ഒരു 2 ഡ്രൈ ചില്ലി, ഇതിൻ്റെ സീഡ് കളഞ്ഞതാണ്, അതുകൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. കറിവേപ്പില, ചെറിയൊരു പിടി കറിവേപ്പില. ഈ മിക്സ്ചർ നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ള പോലെ കടുക് പൊട്ടിച്ച ശേഷം ഒന്ന് അടച്ച് കുറച്ച് നേരം വെക്കും. ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോൾ കുറച്ച് നേരം ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് വെച്ചു. ഇനി നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ കാടമുട്ടക്കറി ചപ്പാത്തി, പൊറോട്ട, പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളുടെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.